ഹലോ, നെജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലൈനിങ് ചുരിദാർ, സ്ലിറ്റുള്ള ലൈനിങ് ചുരിദാർ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കട്ടിങ് വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ലൈനിങ്ങിൽ വൺ സൈഡിലാണ് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റേ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടെ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത നെക്കിന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ആ ചോക്കിൻ്റെ മാർക്കിങ് അപ്പുറത്തെ സൈഡിലും നമുക്കത് ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഒന്ന് പകർത്തി കിട്ടും. അപ്പോൾ അത് എന്നിട്ട് കൃത്യമായിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ നെക്കിൻ്റെ ലൈന് അവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് വേറെ ചോക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് 4 സൈഡും മടക്കി തയ്ച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും ലെങ്ത്ത് വേണ്ട കേട്ടോ. നമുക്ക് ആ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനേക്കാളും 1-1.5 ഇഞ്ചോ കൂടുതലായിട്ട് മതി. ഈ ഒരു നെക്ക് കണ്ടോ, ഈ ഒരു നെക്ക് ലെങ്ത്തിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് ലെങ്ത്ത് അധികമായിട്ട് മതി കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ മാർക്ക് ചെയ്ത നെക്ക് ഡിസൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ബാക്ക് നെക്കിൻ്റെയും പുറകു വശത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് 3 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതെന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് ഇടാതെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല നമുക്ക് നെക്കിന് കുറച്ച് പെർഫെക്ഷൻ കിട്ടാനും ഈ ലൈനിങ്ങിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് കാണാതിരിക്കാനുമാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒരു പീസ് ഇതുപോലെ വെച്ച് തയ്ക്കുന്നത്. കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്കിൻ്റെ സെൻറ്റർ പോർഷന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, അതും ജസ്റ്റ് ഇതുപോലെ സെൻറ്റർ ഒന്ന് ചെറിയൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷന് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇനി നമ്മൾ ലൈനിങ്ങിൽ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കട്ട് പീസിൻ്റെ സൈഡ് ഇതുപോലെ ഒരു 1 ഫോൾഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. 3 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി, മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 3 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫ്രണ്ട് നെക്ക് ലൈനിങ്. ഇതിൻ്റെ മറുവശത്താണ് നമുക്ക് ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത് കേട്ടോ. ഈ കട്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ കണ്ടോ, ഈ നോച്ചസ് ഇട്ടത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ ഇനി ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ, അത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നോച്ചസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നോച്ചസും ലൈനിങ്ങിൻ്റെ നോച്ചസും കൂടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ഡിസൈന് വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഡിസൈനിലൂടെ വരയിലൂടെ തന്നെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ലൈനിങ് നീങ്ങി പോവാതിരിക്കാൻ ഈ നെക്കിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ.
ഇനി ആ നെക്ക് ഡിസൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഈ കോർണറിൽ ജസ്റ്റ് ഒരു കട്ടിങ്ങും കൊടുക്കണം. നൂല് കട്ട് ചെയ്യാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ ലൈനിങ് എടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് മറച്ചിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കുക. പതിച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് അത് ഉള്ളിലേക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ലൈനിങ് ഇതുപോലെ ഉൾവശത്തേക്ക് മറച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ നെക്ക് കിട്ടും. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ഉൾവശം ഇങ്ങനെയും പുറകുവശം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് ഇനി നമുക്ക് ബാക്ക് നെക്കും ചെയ്യേണ്ടത്. ബാക്ക് നെക്കും അപ്പോൾ നമ്മൾ സെയിം മെത്തേഡ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം 2 പീസിൻ്റെയും ഈ നെക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം, ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം രണ്ടും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം ലൈനിങ്ങും നല്ല പീസും കൂടെ ചേർത്ത് വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് പഴയ പോലെ തന്നെ മറച്ചെടുക്കുക. നല്ല ഭാഗം മറച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം. അതിനുശേഷം നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ പിടിച്ച് ലൈനിങ്ങിനെ ഉള്ളിലേക്ക് നീക്കി കൊടുക്കുക. ഇപ്പോൾ ഷോൾഡർ ഉൾവശവും പുറകുവശവും ഒരേപോലെ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും. കണ്ടോ, ഇവിടെയും സ്റ്റിച്ചിങ് കാണുന്നില്ല, അടിഭാഗത്തും സ്റ്റിച്ചിങ് കാണുന്നില്ല, മുകൾ ഭാഗത്തും സ്റ്റിച്ചിങ് കാണുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ 2 ഷോൾഡറും അങ്ങനെ തന്നെയാണ്. ഈ ഷോൾഡറും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നെക്കിൻ്റെ ഈ ലൈന് കറക്റ്റായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഈ സൈഡിൽ കൂടെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഫ്രണ്ടും ബാക്കും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈനിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയും വേണം. ഇതുപോലെയാണ് നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫ്രണ്ട് പോർഷൻ, സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്നുകൂടെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു നോച്ചസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണം നമ്മൾ ഈ കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ എയർ കടന്ന രീതിയിലില്ലാണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴിച്ച് വെട്ടണം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇവിടെ തന്നെ വെച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം, അതായത് പഫ് സ്ലീവാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ മറിച്ച് വയ്ക്കാം. അതേപോലെ തന്നെ ഇങ്ങേ വശത്തും നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുക. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കിയതിന് ശേഷം ഷോൾഡറിൽ നല്ല വശം ചേർത്ത് വെക്കുക. അതായത് സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പഫ് സ്ലീവാണ് കിട്ടുക.
അപ്പോൾ ഇതുപോലെ ഷോൾഡറിൽ നമ്മൾ സ്ലീവ് വെച്ച് പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ അടിഭാഗത്ത്, അതായത് ലെങ്ത്തിൻ്റെ ഈ അടിഭാഗത്തും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഒരു പടിയും കൂടെ വെച്ച് കൊടുത്താലാണ് നമുക്ക് നല്ലൊരു പഫ് സ്ലീവ് കിട്ടുള്ളൂ. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഏകദേശം ഇത്രത്തോളം പൊങ്ങലാണ് നമുക്ക് കിട്ടുന്നത്. സ്ലീവിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ഒരുപാട് അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതില്ല. നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് എവിടെയാണോ പ്ലീറ്റ് ഇട്ടത് അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ അടിഭാഗത്തും കൂടെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് അറ്റത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു പടിയും കൂടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ഇഞ്ചിലാണ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് വീതിയായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പടി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ചീത്തവശത്താണ് പടി വെക്കേണ്ടത്. അവിടെ ആദ്യം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് മറച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം എടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പടിയുടെ അറ്റം ഒരു 1/4 ഇഞ്ചോളം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ അടിയിൽ ആ സ്റ്റിച്ച് കാണാത്ത തരത്തിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 സൈഡിലും നമുക്ക് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ പോലെ ഒന്ന് മെഷർമെൻറ്റ് കറക്റ്റാക്കി കൊടുക്കണം. 9.25 ഇഞ്ച് 9.25 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഷേപ്പ് അളവ് ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ഷേപ്പ് അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 7.25 ഇഞ്ച് ഷേപ്പ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ സീറ്റ് അളവ് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മളൊരു ഷേപ്പ് സ്കെയിൽ വെച്ച് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തത് ഇനി അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വിരൽ കുത്തിപ്പിടിച്ചതിന് ശേഷം ഉള്ളിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലൈനിൻ്റെ ഭാഗത്തും നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അതേ കർവ് ഷേപ്പിൽ തന്നെ മറ്റ് ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഷേപ്പ് കൊടുക്കാൻ ഈസിയാണ്. ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വരച്ച ഈ ഒരു ഷേപ്പിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് മാത്രം ഗ്യാപ്പേ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അറ്റം വരെയും നമുക്ക് 1 ഇഞ്ച് തന്നെ വേണം. അപ്പോൾ ഹാഫ് ഇഞ്ച് വെച്ച് 2 ഫോൾഡിങ്ങിലൂടെ നമുക്ക് കറക്റ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും.
ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സൂചി എടുത്ത് ഇത് സെക്യൂർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. പ്രാക്ടീസ് ഉള്ളവർക്ക് കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിലുള്ളവർ എപ്പോഴും അത് സൂചി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കുക. ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. പിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് കൂടി നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പരമാവധി വളയാതെയും വലിച്ച് ലൂസാക്കാതെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൂചി സ്റ്റിച്ച് ചെയ്ത് നമ്മളുടെ ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നമ്മളത് പിന്ന് കുത്തി സൂചി ഒന്ന് കുത്തി നിർത്തി ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വളയാതെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം മറ്റേതുപോലെ തന്നെ തിരിച്ച് അറ്റം വരെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അറ്റത്ത് കൂടെ വളയാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ സ്ലിറ്റ് ചുരിദാറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കണം. ഇതുപോലെ മറ്റേ ഭാഗം കൂടി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റാണ് ഒരുമിച്ച് സൈഡ് മൊത്തം ഒന്ന് പതിച്ച് തയ്ക്കുകയും വേണം. ഇനി ഈ ഭാഗത്ത് സ്ലിറ്റും മറ്റേ സ്ലിറ്റ് അടിച്ച് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് ഇട്ടതിന് ശേഷം താഴെ ഭാഗവും ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ബാക്കും ഫ്രണ്ടും അടിഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി തുടക്കം മുതൽ എല്ലാ ഭാഗത്തും അറ്റം വരെ ഈ സൈഡ് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് ഇട്ട സ്ലിറ്റ് ചുരിദാർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് പതിച്ച് തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ സ്വന്തമായിട്ട് ചുരിദാർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.